ഇന്നു മുതൽ സൗജന്യയാത്രയ്ക്ക് അനുവദിച്ചു തുടങ്ങിയ സ്ത്രീകൾക്ക് നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് എവിടെയൊക്കെ പോയിക്കോട്ടെ, എവിടെയും സൗജന്യമായിട്ട് പോയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. സൗജന്യമായിട്ട് പോകാനുള്ള സ്കോപ്പും ഉണ്ട് ഇപ്പോൾ. കാരണം ഓർഡിനറി ബസ്സുകളൊക്കെ സൗജന്യമാക്കിയല്ലോ ഇന്നു മുതൽ. പക്ഷേ കൂടെ സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കുറെ ഓർഡിനറി ബസ്സുകൾ അങ്ങനെ സ്റ്റിക്കറും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സ്റ്റിക്കർ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള സ്ത്രീകൾക്ക് പോകാന്നുള്ള സ്ഥലത്ത് അവർ സ്റ്റിക്കർ വെച്ച് ഫ്രീ ആയിട്ടുള്ള ബസ്സാക്കി മാറ്റി. ബാക്കി കുറെ ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് പറഞ്ഞ് ആക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് ഗവൺമെന്റിന് വേറെ വഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ KSRTC രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ ഒരു പ്രഖ്യാപനം, ആവശ്യമില്ലാത്ത പ്രഖ്യാപനം വന്നത്. ഇപ്പൊ നമുക്ക് സൗജന്യം വേണമെന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഒരു മെറിറ്റിന് അടിസ്ഥാനമാക്കി പോകുന്നതല്ല നല്ലത്. ശരിക്കും ഇപ്പൊ മെറിറ്റ്, ഇപ്പൊ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ മെറിറ്റ് ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ ആരായിരിക്കും? സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, അത് ആണും പെണ്ണും നോക്കണ്ട, സ്കൂളിലെ പിള്ളേർക്ക് സൗജന്യമാക്കാം. പിന്നെ വയസ്സായ ആൾക്കാർ, കാരണം ഇവർക്ക് രണ്ടുപേർക്കും വരുമാനമില്ല. വരുമാനമുള്ള സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ആ ഇപ്പൊ ഒരു സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു 18 കഴിഞ്ഞിട്ട് ഒരു 60 വരെയൊക്കെ നോക്കാമല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള അവരെന്തായാലും ഏണിംഗ് ആയിരിക്കും, ജോലി എടുക്കുന്നതായിരിക്കും മിക്കവരും. ആ ജോലി എടുക്കുന്നവർക്ക് പിന്നെ എന്തിനാണ് സൗജന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാം, ഈ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അതെല്ലാം. വോട്ടിങ്ങിന് വേണ്ടി മാത്രം. അപ്പൊ ആണുങ്ങൾക്ക് സൗജന്യം വേണ്ടേ? അപ്പൊ ആണുങ്ങൾ വോട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് സൗകര്യം തരാത്തവർക്ക് നമുക്കിനി വോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്കതൊക്കെ ആലോചിക്കാമല്ലോ. അങ്ങനെ ഒരു ജെൻഡർ തിരിച്ചിട്ട്, ഒരു ജനാധിപത്യമുള്ള സ്ഥലത്ത് ജെൻഡർ തിരിച്ചിട്ട് ഇവർക്ക് മാത്രം റിസർവേഷൻ കൊടുക്കണം എന്റെ ഒരു ഉദ്ദേശം എത്ര ആലോചന മനസ്സിലായി. ഇപ്പൊ ഇവിടെ മാത്രമൊന്നുമല്ല, കർണാടകത്തിലും പലയിടത്തും തമിഴ്നാട്ടിലും കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ എന്തിനാണ് ഈ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് എന്തിനാണ് ഈ സംഭവം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് ജോലി ചെയ്യാത്ത അവർക്ക് വരുമാനമില്ലാത്തവർക്ക് വേണേൽ കൊടുക്കുന്നതിന് ഒരു പുരോഗമന ചിന്താഗതിയുള്ള രാജ്യങ്ങളിൽ ഒക്കെ സൗജന്യം അനുവദിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. അപ്പൊ ഇത് ജസ്റ്റ് രാഷ്ട്രീയപരമായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം, അവരെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം, അത് ഖജനാവ് കാലിയായ പോലും സൂചിപ്പിക്കുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് എത്രത്തോളം വിജയിക്കും എന്നൊരു പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ വേറൊരാൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതായത് മാഞ്ഞാൽ റൂട്ടോടുന്ന ഒരു വണ്ടി, പ്രൈവറ്റ് റൂട്ട്, അവിടെ പുരുഷന്മാർക്ക് സൗജന്യം അനുവദിച്ചുകൊണ്ട് വണ്ടി ഓടാൻ പോകുന്നു പറഞ്ഞിട്ട്. കാരണം സ്ത്രീകൾക്ക് സൗജന്യം അനുവദിച്ച കാരണം കുറെ സ്ത്രീകൾ എന്തായാലും ഇനി നമ്മുടെ ഇതിലേ കയറി പോകത്തുള്ളൂ, നമ്മൾ KSRTC കയറിയേ പോവുള്ളൂ. അപ്പൊ പിന്നെ ഇതിൽ വരില്ലല്ലോ. അപ്പൊ അങ്ങനെ അവരതൊരു പ്രതിഷേധം, പ്രൈവറ്റ് ബസ്സുകാർക്കും അതൊരു പ്രശ്നമാണ്. അപ്പോ ഇതൊക്കെ ഒന്ന് ശരിക്കും നമ്മളൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിച്ച് വേണം ചെയ്യാൻ. പക്ഷെ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാണ്, ഇത് ശരിക്കും സമൂഹത്തിന് നന്മയാണോ ചെയ്യുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല പലർക്കുള്ള സംശയം തന്നെയാണ്. എന്തിനാണ് സൗജന്യം അനുവദിക്കുന്നത്? സൗജന്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവാൻ പോകുന്നത് സൗജന്യമല്ല വേണ്ട. നമുക്കൊരു വ്യക്തിത്വം, നമുക്കൊരു ബഹുമാനമൊക്കെ വേണ്ടേ? നമ്മൾ സൗജന്യം, ഇപ്പൊ ഒരു ചാനല് നിങ്ങൾ സൗജന്യമായ കാണുമെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഒരു ചാനൽ കാണിക്കുകയാണ്, സൗജന്യമായി നിങ്ങൾ കണ്ടോളൂ എന്ന് പറയാം. അപ്പൊ അവരുടെ പരസ്യമൊക്കെ നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ കണ്ടിട്ട് അവർ കാശുണ്ടാക്കുകയാണല്ലോ. അപ്പൊ ഈ സൗജന്യം എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമുള്ള സംഭവമൊന്നുമല്ല. നമുക്ക് വരുമാനമുള്ളവർക്ക് സൗജന്യം വേണ്ട എന്ന് പറയാൻ പറ്റും. നമ്മൾ കാശ് കൊടുത്തിട്ട് സർവീസ് വാങ്ങിക്കുന്നു, എന്നിട്ട് നമ്മൾ അന്തസ്സായിട്ട് നടക്കുന്നു. നമ്മൾ എന്തിനാണ് സൗജന്യത്തിന് പോണത്? സൗജന്യം ഇങ്ങനെ പറ്റുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മടിയന്മാരാക്കുള്ളൂ. എല്ലാം സൗജന്യമാകുമ്പോൾ പിന്നെ പണിയാനൊന്നും തോന്നില്ല. ഇപ്പൊ റിസർവേഷൻ കാറ്റഗറി പോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അധ്വാനിക്കേണ്ട കാര്യത്തിലേക്ക് വരും. ഒരു പുരോഗമനമായ ഒരു രാജ്യം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതിനി ഇന്ത്യയിൽ ഇനി എന്തൊരു പ്രാർത്ഥനയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിരുന്നു. മെറിറ്റിൽ മാത്രം എല്ലാ കാര്യങ്ങളും പോട്ടെ. ഇപ്പോ സൗജന്യം മെറിറ്റ് കിട്ടണം. മെറിറ്റ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വികലാംഗർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം, വയസ്സായവർക്ക് അത് അവർക്ക് കൊടുക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രഹസനങ്ങൾ ഇല്ലാണ്ടിരിക്കുകയായിരിക്കും നല്ലത്.